അപ്പോൾ നമ്മുടെ സുവിശേഷ ഭാഗം നമ്മൾ മുന്നേറാൻ പോകുകയാണ്. ഇതുവരെ നമ്മൾ സുവിശേഷം പഠിച്ചുകൊണ്ടിരുന്നത് മത്തായി 6:6 മത്തായി 6:6 നിന്നും മത്തായി 6:7-8 പ്രവേശിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെർമൺ ഓൺ മൗണ്ടിലെ സുവിശേഷ അല്ലെങ്കിൽ മലയിലെ പ്രസംഗത്തിന്റെ മധ്യം ആണ്. 6-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങൾ. പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹമുള്ളവരെ, നമ്മൾ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മലയാളി മക്കളെ വിശ്വാസത്തിന്റെ തീപ്പന്തങ്ങളാക്കുന്ന ഒരു പരിപാടിയാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് കർത്താവ്. വലിയ കാര്യങ്ങൾ അതിനുവേണ്ടി ഒരുക്കുന്ന ഒരു കമാൻഡ് ഓഫ് ഫോഴ്സ് ആണ് നിങ്ങൾ. അപ്പൊ ഇതെല്ലാം പ്രാർത്ഥനയുടെ രഹസ്യത്തിലേക്ക് പോവുകയാണ് നമ്മൾ. വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ്, നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കപടനാട്യക്കാർ തങ്ങളുടെ പ്രാർത്ഥനയിൽ കാണപ്പെടാൻ വേണ്ടി നിലകൊള്ളുന്നു. ഇത് നമ്മളെ സംബന്ധിച്ച് അത്രയ്ക്ക് പ്രസക്തമല്ല, എങ്കിലും നമ്മള് ആ ലെവലെല്ലാം നമ്മുടെ കഴിഞ്ഞു. കാണപ്പെടാൻ വേണ്ടി നിലകൊള്ളുന്നു. അവരുടെ പ്രതിഫലം മനുഷ്യർക്ക് സ്വീകാര്യമാണ്. അതുപോലെ അതിഭാഷണം കൊണ്ട് തങ്ങൾ കേൾക്കപ്പെടുമെന്ന് വിജാതീയർ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിഭാഷണം ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ മറ്റൊരു വിധത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ വാക്കുകൾ കൊണ്ടാണ് കർത്താവ് കാര്യങ്ങൾ ചെയ്യണേന്നുള്ള ഒരു ചിന്ത ഉണ്ടായാൽ ആകെ പോയി. അപ്പൊ അതിന് മറിച്ചുള്ള ഒരു ചിന്ത എന്താണ്? മറിച്ചുള്ള ചിന്ത, ഈ ദൈവം തമ്പുരാൻ, സങ്കീർത്തനം 139, ഒരു വാക്ക് നിന്റെ അധരത്തിൽ വരുന്നതിന് മുമ്പേ എനിക്കറിയാം. കണ്ടോ, ഇങ്ങനത്തെ കണക്ഷൻസ് കിട്ടുന്നത് ആരുടെ പ്രവൃത്തിയത്? കണ്ടോ, നമ്മൾ പറയണ വാക്ക് നമ്മൾ പറയുന്നതിന് മുൻപേ തന്നെ ദൈവത്തിനറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവേ അത് അവിടെ നിന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടെ നിന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവെന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ്. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. പാതാളത്തിൽ കിടക്ക വീഴ്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിന് ചിറകു ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. അങ്ങയുടെ കരം എന്നെ നയിക്കും. അപ്പോ അവിടെയും അങ്ങയുടെ കരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണെന്ന് ഓർക്കണം. അങ്ങയുടെ വലതു കൈ എന്നെ പിടിച്ചു നടത്തും. ഇരുട്ട് എന്നെ മൂടട്ടെ, എന്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമാകും. എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. അവിടുന്ന് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും. കണ്ടോ, അപ്പൊ ഈ നമ്മുടെ അന്തരംഗങ്ങളിൽ രൂപം നൽകിയപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ആ രൂപം നൽകിയത്? ശ്രദ്ധിക്കണേ, ദൈവം നമ്മുടെ അന്തരംഗങ്ങൾക്ക് രൂപം നൽകിയോ? നൽകി. എങ്കിൽ എന്തായിരുന്നു അന്ന് ദൈവം ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു പ്രധാന കാര്യം? ആ അന്തരംഗത്തിന്റെ അകത്ത് ഈ പ്രപഞ്ച സൃഷ്ടാവായ കർത്താവിന് തന്നെ വസിക്കാം എന്നുള്ള ഒരവസ്ഥയിലാണ് രൂപം നൽകിയിരിക്കുന്നത്. അതാണ് അതിന്റെ രഹസ്യം. നമ്മുടെ അന്തരംഗങ്ങൾക്ക് രൂപം നൽകിയവൻ അതിൻ്റെ അകത്ത് ദൈവത്തിന് വസിക്കാവുന്ന മാതിരി രൂപം നൽകിയിരിക്കുന്നത്. ഇവിടെ കിട്ടി ഇല്ലേ? അത് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് നമ്മുടെ വാക്കുകളോ ആ വാക്കുകളിൽ പറയുന്ന കാര്യങ്ങളോ ഒന്നുമല്ല പ്രാർത്ഥന. മറിച്ച് അടുത്ത വാക്ക് പറയാണ്, നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ നിന്റെ ആവശ്യങ്ങൾ എന്തെന്ന് ദൈവം അറിയുന്നു. ഉണ്ടോ? വിശുദ്ധ കാസിയാൻ പറയാണ്, യഥാർത്ഥത്തിൽ നമ്മൾ കൂടെ പ്രാർത്ഥിക്കണം. എന്നാൽ ഹ്രസ്വരൂപത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ നീണ്ടതായിരുന്നാൽ
നമ്മെ കൊടുക്കാൻ കാത്തിരിക്കുന്ന ശത്രു നമ്മുടെ ചിന്തകൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകും കേട്ടോ. നമ്മുടെ ശത്രു നമ്മുടെ ചിന്തയിൽ കയറാത്ത രീതിയിൽ നമ്മുടെ ചിന്ത കർത്താവിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടെ നിന്നാണ് കണ്ടോ. കർത്താവിൽ മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത. നമ്മളെ കർത്താവ് ശക്തമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ്. ഇനി വരാൻ പോകുന്നത് എന്താണ് പ്രാർത്ഥന എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നേ പഠിക്കുന്നുള്ളൂ. വിശുദ്ധ അഗസ്തീനോസ് അനേകം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പലരും കരുതുന്നത് പോലെ നീണ്ട പ്രാർത്ഥന ചെയ്യുക എന്നതല്ല. കാരണം ഏറെ പറയുന്നത് ഒരു കാര്യം, സ്ഥിരതീഷ്ണത മറ്റൊരു കാര്യം. അതാണ് എന്തെന്നാൽ കർത്താവിനെ പറ്റി തന്നെ അവിടുന്ന് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് കണ്ടോ. ഈശോ നീണ്ട പ്രാർത്ഥിച്ചിട്ടുണ്ട്, രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. അവിടുന്ന് നമുക്ക് മാതൃക നൽകി. ഈജിപ്തിലെ സഹോദരന്മാർ കൂടെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ അവ വളരെ ചെറുതായിരുന്നു. വേഗം ചെല്ലുന്ന സുഹൃത ജപങ്ങൾ പോലെ നമുക്ക് പ്രാർത്ഥനയിൽ ഏറ്റവും സമുചിതമായിട്ടുള്ള ആത്മാവിന്റെ തീഷ്ണതയെ ദീർഘ പ്രാർത്ഥനകളുടെ തുടർച്ച തകർക്കാതിരിക്കാനാണത്. അതായത് പ്രാർത്ഥനയിൽ ഏറ്റവും സമുചിതമായിട്ടുള്ളത് എന്താണ്? ആത്മാവിന്റെ തീഷ്ണത. സ്നേഹമുള്ളവരെ, ഇതാണ് നമ്മളെ പിടിക്കേണ്ടത്, നമ്മൾ എടുക്കേണ്ടത് ആത്മാവിന്റെ തീഷ്ണത. ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ഒരു വചനം വരുന്നു. സങ്കീർത്തനം 63:8 പറയുകയാണ്, എൻ്റെ ആത്മാവ് അങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു. എൻ്റെ ആത്മാവ് അങ്ങയോടൊട്ടി, എൻ്റെ ആത്മാവ് അങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നതാണ്. മലയാളത്തിൽ ഒട്ടിച്ചേർന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. അത് നല്ല അർത്ഥമാണ്. ഒട്ടിച്ച് പശ വെച്ച് ഒട്ടിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ പറയുന്നത് എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതിന് ഒറിജിനൽ ട്രാൻസ്ലേഷൻ പറയുന്നത് പശ വെച്ചൊട്ടിച്ചേർത്തിരിക്കുന്നു. എൻ്റെ ആത്മാവ് അങ്ങയോട് പശ വെച്ചൊട്ടിച്ചേർത്തിരിക്കുന്നു. അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. ഇനിയിപ്പോൾ എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പറയും. അപ്പൊ ഈ ഒരു ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ഒട്ടിച്ചേർത്തിരിക്കുന്നു. ഇനി ഒരിക്കലും മാറ്റാൻ പറ്റാത്ത മാതിരി ഒട്ടിച്ചേർത്തിരിക്കുന്നു. അങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? എന്നെ സൃഷ്ടിച്ചവൻ തന്നെ എൻ്റെ അന്തരംഗത്തിൽ വസിച്ചുകൊണ്ട്, എടാ തോമാസേ, നിന്നെ ഞാൻ വിടൂല്ല മുട്ടാ, എൻ്റെ ചക്കരേ എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് ഒട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ്. ശരിക്കും അങ്ങനെയാണ്. അപ്പൊ ആ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. ആ ബോധ്യം. അപ്പോ ദൈവത്തിന്റെ സ്നേഹം, അല്ലെങ്കിൽ നമ്മൾ ഈ ദൈവം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെയും ഇവിടെയും എല്ലാം അന്വേഷിച്ച് നടക്കണതിലല്ല. നമ്മള് പണ്ട് പാടാറുള്ള പാട്ട് വരികയാണ്, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ നടന്നു, അവിടെയുമില്ലിവിടെയുമില്ലി. അറിയാം നമുക്ക്. അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു. കണ്ടോ? അപ്പൊ ഇതെല്ലാം ഈ സഭാപിതാക്കന്മാരുടെ തന്നെ, ഈ വിശുദ്ധ അഗസ്തീനോസ് തന്നെയാണ്. അഗസ്തീനോസിന്റെ, ഞാനിത് റിപ്പീറ്റേഷൻ ആയിരിക്കും, അഗസ്തീനോസിന്റെ മൈ കൺഫെഷനിൽ പറയുന്ന ഒരു കാര്യം കരഞ്ഞുകൊണ്ട് പറയാണ് അദ്ദേഹം. ഞാൻ എൻ്റെ ജീവിതം 30 വർഷം ദൈവത്തെ അന്വേഷിച്ച് നടന്നു. വാട്ട് എ വേസ്റ്റ്, വാട്ട് എ ഫൂളിഷ് മാൻ ഐ വാസ്. ഞാൻ എന്തോ ഒരു വിഡ്ഢിയായ മനുഷ്യനായിരുന്നു. എന്നാൽ അദ്ദേഹം വലിയ ജ്ഞാനിയാണ്, ഒരു ജീനിയസാണ് ലോകത്തിൻ്റെ നോട്ടത്തിൽ. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ വലിയ മുഴക്കത്തിൽ ഒരുപാട് കാര്യങ്ങളെല്ലാം പ്രാസംഗികനായിരുന്നു, ഒറേറ്ററായിരുന്നു. എന്നാൽ ഞാൻ അന്വേഷിച്ച് നടന്ന ആ ദൈവം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനത്തെ ഒരു വിഡ്ഢിയായിപ്പോയി. ഹിന്ദിയിൽ വേറൊരു പാട്ടുണ്ട്, കസ്തൂരി ഹിരൺ. കസ്തൂരി ഹിരൺ എന്ന് പറഞ്ഞാൽ കസ്തൂരി മാൻ അന്വേഷിച്ച് നടക്കാണ് കസ്തൂരി. കസ്തൂരി അന്വേഷിച്ച് നടക്കാണ് കസ്തൂരിമാൻ.
കസ്തൂരി എവിടെയാ? ഭയങ്കര വാസന കസ്തൂരിയുടെ. എന്നിട്ട് ഇത് അന്വേഷിച്ച് നടക്കാണ്. പക്ഷേ കസ്തൂരി എവിടെയാ? കസ്തൂരി മാൻ്റെ അകത്ത് തന്നെയാ. ഇത് മാൻ അറിയുന്നില്ല. ഇപ്പൊ നമ്മൾ ഇന്നലെ ആർക്കിമെഡീസ് കണ്ടെത്തി, ഐ ഫൗണ്ട് ഔട്ട്. അപ്പോ ഈ ഐസക് ന്യൂട്ടൻ കണ്ടെത്തി. ഈ കണ്ടെത്തിയത് അവരുണ്ടാക്കിയതാണോ? അല്ല. അപ്പൊ നമ്മൾ ഈ കണ്ടെത്തുക എന്ന് കർത്താവ് പറയുമ്പോൾ മനസ്സിലാക്കണം, കണ്ടെത്തുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. എന്ന് മുതലുണ്ടായിരുന്നു? ലോകസ്ഥാപനം മുതലുണ്ടായിരുന്നു. ഏതുപോലെ? ഈ ഗുരുത്വാകർഷണ ശക്തി പോലെ തന്നെ ലോകസ്ഥാപനം മുതലുണ്ടായിരുന്നു. മനുഷ്യൻ ബാഹ്യലോകത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. ബാഹ്യലോകത്തിൽ കാണുന്ന ദൃശ്യമായ കാര്യങ്ങളെല്ലാം നോക്കി അതിനെക്കുറിച്ച് ചിന്തിച്ച്, അതിനെക്കുറിച്ച് പഠിച്ച്, അതിനെക്കുറിച്ച് ഗവേഷണം നടത്തി വർഷങ്ങളോളം നടക്കുന്നു. എന്നാൽ ഈ ലോകത്തിൻ്റെ മുഴുവനും സൃഷ്ടിച്ച ദൈവത്തെ അവൻ്റെ ഉള്ളിൽ കണ്ടെത്താൻ അവൻ മനസ്സിലാക്കുന്നില്ല. അവൻ ഉള്ളിലേക്ക് തിരിയുന്നില്ല. ക്ലിയർ ആയിപ്പോ കണ്ടോ? നമ്മളെല്ലാം പുറത്തേക്ക് നോക്കി നടക്കുകയാണ്. അതാണ് കൊറോണ വന്നു ഉടനെ ആശുപത്രി പോകണം. എന്നാ നമ്മൾ ഉള്ളിൽ വസിക്കണ കർത്താവിനോടൊന്ന് പറയൂ, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം ഇപ്പോ? ഇതെല്ലാ രോഗത്തിൻ്റെയും കാര്യം അത് തന്നെയാണ്. നമ്മളുടെ സൃഷ്ടാവ് തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. സൃഷ്ടാവ് തന്നെ. അപ്പൊ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലാണ്. സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടി തന്നെത്താൻ ജീവിക്കാൻ വേണ്ടി അല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം സൃഷ്ടിച്ചവയെല്ലാം ദൈവത്തിൽ നിന്ന് തന്നെ ജീവിക്കാൻ വേണ്ടിയാണ്. ദൈവം സൃഷ്ടിച്ചിരിക്കുന്നവയെല്ലാം ദൈവത്തിൽ നിന്ന് തന്നെ ജീവൻ. അങ്ങ് ജീവശ്വാസമയച്ചപ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. സങ്കീർത്തനം 104 കർത്താവേ അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്. 24 ജ്ഞാനത്താൽ അങ്ങവയെ സൃഷ്ടിച്ചു, ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. അതാ വിസ്തൃതമായ മഹാസമുദ്രം, ചെറുതും വലുതുമായ അസംഖ്യം ജീവികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിൽ കപ്പലുകൾ സഞ്ചരിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച ലവ്യാതൻ അതിൽ വിവരിക്കുന്നു. യഥാസമയം ഭക്ഷണം ലഭിക്കാൻ അവ അങ്ങയെ നോക്കിയിരിക്കുന്നു. കണ്ടോ? അവ അങ്ങയെ നോക്കിയിരിക്കുന്നു. അങ്ങ് നൽകുമ്പോൾ അവ ഭക്ഷിക്കുന്നു. അങ്ങ് കൈ തുറന്ന് കൊടുക്കുമ്പോൾ അവ നന്മകളാൽ സംതൃപ്തരാകുന്നു. അങ്ങ് ഓക്കെ. അപ്പോൾ ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർക്കുകയാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടി ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാണ്. ദൈവത്തിൻ്റെ കയ്യിലാണ്. ആ സൃഷ്ടിക്ക് വേണ്ടതെല്ലാം ദൈവം തന്നെ നൽകുന്നു. അതിനാണ് ഡിവൈൻ പ്രോവിഡൻസ് എന്ന് പറയുന്നത്. CCC 295 പറയുന്നത് ദൈവം ജ്ഞാനത്താൽ സകലത്തെയും സൃഷ്ടിച്ചു, ജ്ഞാനത്താലും സ്നേഹത്താലും. 301 സൃഷ്ടികർമ്മം കഴിഞ്ഞ് തൻ്റെ സൃഷ്ടികളെല്ലാം അവയുടെ വഴിക്ക് തന്നെ ദൈവം കൈവിടുന്നില്ല. നിന്നെ സൃഷ്ടിച്ച് നീയായി നിന്റെ പാടായി എന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്യുന്നത്. അവിടുന്ന് അവയ്ക്കെല്ലാം ഉണ്മയും അസ്തിത്വവും നൽകും. മാത്രമല്ല ഓരോ നിമിഷവും അവയെ ഉണ്മയിൽ നിലനിർത്തുകയും പ്രവർത്തിക്കുന്നതിന് അവയെ ശക്തമാക്കുകയും അവയുടെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് അവയെ നയിക്കുകയും ചെയ്യുന്നു. സൃഷ്ടികൾക്ക് സൃഷ്ടാവിലുള്ള ഈ പരിപൂർണ ആശ്രയത്വം അംഗീകരിക്കുന്നത് ജ്ഞാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ഉറവിടമാകുന്നു. 302 സൃഷ്ടിക്ക് അതിൻ്റെതായ നന്മയും തനതായ പൂർണ്ണതയുമുണ്ട്. എന്നിരുന്നാലും പരിപൂർണ അവസ്ഥയിലല്ല സൃഷ്ടാവിൻ്റെ കരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. ഇപ്പം നമ്മളെ ദൈവം സൃഷ്ടിച്ചു. അതാ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും എൻ്റെ മുടിയൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മൾ സൃഷ്ടാവിൻ്റെ കയ്യിൽ തന്നെയാണ്. ഇപ്പോഴും നമ്മളിൽ സൃഷ്ടിപരമായ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മളെ സൃഷ്ടിച്ചു എങ്കിലും സൃഷ്ടാവിൻ്റെ കരങ്ങളിൽ നിന്നും പരിപൂർണ അവസ്ഥയിലല്ല പുറത്തു വരുന്നത്. ദൈവം നിയോഗിച്ചിട്ടുള്ളതും ഇനിയും പ്രാപിക്കേണ്ടതുമായ ഒരാത്യന്തിക പൂർണ്ണതയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഇൻ എ സ്റ്റേറ്റ് ഓഫ് we are a state of journeying.
ഒരു യാത്രയിലാണ്, ഒരു സ്റ്റേറ്റ് ഓഫ് ജേണിയാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്. ഈ പൂർണ്ണതയിലേക്ക് തൻ്റെ സൃഷ്ടിയെ നയിക്കുന്നതിന് ദൈവം കൈക്കൊള്ളുന്ന ക്രമവിധാനങ്ങളെ നാം ദൈവിക പരിപാലന എന്ന് പറയുന്നു. ദൈവപരിപാലന എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ വലിയ അടിത്തറ ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. നമ്മളെ സൃഷ്ടിച്ചവൻ തന്നെ നമ്മുടെ അന്തരാത്മാവിലുണ്ട്. നമ്മൾ വേറെ ആരുടെ അടുത്തേക്കും തിരിയരുത്. നമ്മളിൽ വസിക്കുന്ന നമ്മുടെ അന്തരാത്മാവിൽ വസിക്കുന്ന നമ്മുടെ സൃഷ്ടാവിലേക്ക് തിരിയുക. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കൂ. അതുകൊണ്ടാണ് ഈ 6-ാം അധ്യായത്തിന്റെ അവസാനം പറയുന്നത്, അന്വേഷിപ്പിൻ, കണ്ടെത്തും എന്ന് പറയുന്നത് പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടെത്തണം. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇതൊക്കെ നമ്മൾ ധാരാളം പാടുന്നതാണ്. നമ്മുടെ ദൈവമിതാ നമ്മോട് കൂടെ, ഇതൊക്കെ പാടുന്നുണ്ട്. പക്ഷെ കാര്യം എടുക്കുമ്പോൾ എല്ലാം പുറത്തേക്കാണ് നോക്കണത്, അകത്തേക്ക് നോക്കുന്നില്ല. നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ ആഴമായ പ്രാർത്ഥനയിലേക്ക് വരണം. നമ്മളെ ദൈവം വലിയ ഒരു സമൂഹം, വലിയ പുതിയ കാര്യങ്ങൾ നമ്മളിലൂടെ ചെയ്യാൻ വേണ്ടി അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അതിനുള്ളതെല്ലാം നമ്മളിൽ തന്നിട്ടുണ്ട്. അത് ഈ പിതാക്കന്മാർ നമ്മളോട് പടിപടിയായിട്ട് പകർന്നു തരികയാണ്. നമുക്ക് പ്രാർത്ഥനയിൽ ഏറ്റവും സമുചിതമായിട്ടുള്ള ആത്മാവിൻ്റെ തീഷ്ണതയെ ദീർഘപ്രാർത്ഥനകളുടെ തുടർച്ച തകർക്കാതിരിക്കാനാണത്. എന്തൊരു മനോഹരമാണ് നോക്കി. നമുക്ക് പ്രാർത്ഥനയിൽ ഏറ്റവും സമുചിതമായിട്ടുള്ള എന്താണ്? ആത്മാവിൻ്റെ തീഷ്ണത. എന്താണ് ഈ തീഷ്ണത എന്ന് പറയുന്നത്? ആത്മാവ് നമ്മുടെ ആത്മാവോട് കൂടെയുണ്ട്. കർത്താവേ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്, ജ്ഞാനത്താൽ അങ്ങവയെ നിർമ്മിച്ചു ഭൂമി. ഓക്കെ, ആത്മാവിന്റെ തീഷ്ണത ബലപ്രയോഗം കൊണ്ട് സൃഷ്ടിച്ചാൽ ദീർഘനേരം നിലനിൽക്കുകയില്ല എന്ന് ഇവിടെ വേണ്ട വിധം കാണിച്ചിട്ടുണ്ട്. അത് ദീർഘനേരം നിലനിന്നാൽ ബലാത്കാരം കൊണ്ട് തകർക്കരുത്. അപ്പോൾ പ്രാർത്ഥന ഏറെ സംസാരിച്ചിട്ടുള്ളതായിരിക്കരുത്, എന്നാൽ യാചനകൾ ഇല്ലാത്തതുമായിരിക്കരുത്. തീവ്രതയുള്ള ചൈതന്യത്തെ പിന്തുണയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം. എന്തെന്നാൽ പ്രാർത്ഥനയിൽ അമിത സംസാരം അത്യാവശ്യ കാര്യത്തിൽ ആവശ്യത്തിലേറെ വാക്കുകൾ ഉപയോഗിക്കലാണ്. പ്രാർത്ഥനയിൽ അമിത സംസാരം അത്യാവശ്യ കാര്യത്തിൽ ആവശ്യത്തിലേറെ വാക്കുകൾ ഉപയോഗിക്കലാണ്. അമിതമായി യാചിക്കൽ ശല്യപ്പെടുത്തലാണ്. ഹൃദയത്തിന്റെ സ്ഥിരം ചൂടുകൊണ്ട് അവിടത്തെ ശല്യപ്പെടുത്തും. അവിടത്തോട് നാം പ്രാർത്ഥിക്കുന്നത് മിക്കപ്പോഴും ഇത് വാക്കുകൾ കൊണ്ടെന്നതിനേക്കാൾ കൂടുതലായി നെടുവീർപ്പ് കൊണ്ടായിരിക്കും നടക്കുന്നത്. സംസാരത്തെ കൂടുതലായി വിലാപം കൊണ്ടായിരിക്കും. ഇതെല്ലാം നമ്മൾ ഇനി ബാക്കി നാളെ പഠിക്കാം. ഞാൻ പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. എനിക്ക് ആദ്യകാലങ്ങളിലുണ്ടായ ഒരു അവസ്ഥയാണ്. ഞാനിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ പള്ളിയിൽ കുർബാനയും എല്ലാവരും പോയി, ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ അങ്ങനെ പോകില്ല. ഞാൻ കുറേ നേരം ഇരുന്നിങ്ങനെ പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു സ്വരം കേൾക്കുകയാണ്, തോമസ്. പള്ളിയിൽ ആരുമില്ല. അപ്പം എനിക്കറിയാം അത് കർത്താവ് തന്നെയാണ് വിളിച്ചതെന്ന്. ഞാൻ തിരിച്ചു വന്ന് മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് കിടന്നു. കർത്താവേ എന്താ പറയാനേ? അപ്പൊ പറയാണ്, നീ 1 മണിക്കൂർ നേരം പറഞ്ഞ കാര്യമെല്ലാം എനിക്കറിയാമായിരുന്നല്ലോ. ഞാൻ സർവജ്ഞാനിയല്ലേ, നിന്റെ എല്ലാ കാര്യവും എനിക്ക് അറിഞ്ഞുകൂടെ? അയ്യോ, അത് ശരിയാണല്ലോ. എനിക്കത് ഭയങ്കര വിഡ്ഢിത്തരം പോലെ തോന്നി. അത് ശരിയാണല്ലോ. മാത്രമല്ല പറയാണ്, നിന്റെ പ്രശ്നങ്ങളെല്ലാം എനിക്കറിയാമെന്ന് മാത്രമല്ല അതിന് പരിഹാരവും എനിക്കറിയാം. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നാ ഇങ്ങോട്ട് വേഗം പറയ്. അപ്പൊ ഇതായിരുന്നു നീ ആദ്യം കേൾക്കേണ്ടിയിരുന്നത്. നീ ഒറ്റ വാക്കിൽ പറയാം, കർത്താവേ എൻ്റെ പ്രശ്നമെല്ലാം നിനക്കറിയാലോ, അതിൻ്റെ പരിഹാരം എന്നോട് പറയണേ. ഞാൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണേ കർത്താവേ, ആ പരിഹാരം ഞാൻ കേട്ടു. അപ്പോഴുള്ള ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം എനിക്ക് പരിഹാരം തന്നു. ഞാനങ്ങ് ഭയങ്കര സന്തോഷം. ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത വഴിയിൽ കർത്താവ് സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണിച്ചു തന്നു.
ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ. അങ്ങനെ പ്രശ്നം തീർന്നു. ഞാൻ സന്തോഷവാനായി പോയി. പ്രൈസ് ദി ലോർഡ്. നമുക്കപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന, നമ്മൾ കുറേ കാര്യങ്ങൾ അതിഭാഷണത്തിലൂടെ പറയാതെ ആ ഇന്നർ പ്രെയർ ഉള്ളിൻ്റെ ഉള്ളിൽ കടന്ന്, കർത്താവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഞാനും നീ ഒന്നാണ്, എൻ്റെ കാര്യമെല്ലാം നിനക്കറിയാം, എൻ്റെ മക്കളുടെ കാര്യവും എൻ്റെ ഭർത്താവിൻ്റെ കാര്യവും ഭാര്യയുടെ കാര്യവും എല്ലാം നിനക്കറിയാമല്ലോ കർത്താവേ, നിനക്കതിനെ പരിഹാരവും അറിയുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് അങ്ങ് മിണ്ടാതിരിക്കുക. കുറച്ച് സമയം സ്നേഹിക്കുക കർത്താവിനെ. ആ സ്നേഹം നമ്മുടെ ആത്മാവിനെ അങ്ങ് ഒട്ടിച്ച്, ആത്മാവിൽ നിന്ന് ഇപ്പോൾ കർത്താവിൽ നിന്ന് നമ്മുടെ ആത്മാവിലേക്ക് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. പ്രവാഹമുണ്ടാകും. ആ പ്രവാഹത്തിലൂടെ സകല പോംവഴികളും വന്നോളും. താനേ വരും, താനേ വരും. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ കർത്താവ് അതെല്ലാം ക്രമീകരിക്കും.